നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. കോട്ടയത്ത് എബോള സംശയം. സൗത്ത് സുഡാനിൽ നിന്നെത്തിയ സ്ത്രീ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTCയിൽ വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൻ ഓഡിറ്റ് ക്രമക്കേട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലും അനധികൃത നിയമനങ്ങളിലും ഗുരുതര കണ്ടെത്തൽ. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ കൈകൂപ്പിച്ചു. സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അവയവ കച്ചവട കേസിൽ സംസ്ഥാന വ്യാപകമായി ED റെയ്ഡ്. കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയിലും പരിശോധന. വാർത്തകൾ വിശദമായി. കോട്ടയത്ത് എബോള സംശയം. സൗത്ത് സുഡാനിൽ നിന്നെത്തിയ സ്ത്രീ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ. സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 52 വയസ്സുകാരിയായ സ്ത്രീക്ക് എബോള രോഗബാധയെന്ന് പ്രാഥമിക സംശയം. പനിയെ തുടർന്ന് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവരെ ആരോഗ്യ വകുപ്പ് ഇടപെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ ഇവരെ പ്രത്യേക ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. സാധാരണ എബോള രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടിപ്പിക്കാത്ത ഇവരുടെ പനിയിൽ നേരിയ വ്യത്യാസമുണ്ടെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുന്ന സാമ്പിൾ പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ രോഗബാധ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നു എന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTCയിൽ വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി പ്രകാരം KSRTC ഓർഡിനറി സർവീസുകളിൽ വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിദിനം 4.5 ലക്ഷത്തിന്റെ വർധനവ് രേഖപ്പെടുത്തിയതായി ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. ജൂൺ 8-ന് 7.25 ലക്ഷമായിരുന്ന വനിതാ യാത്രക്കാരുടെ എണ്ണം തൊട്ടടുത്ത ചൊവ്വാഴ്ചയോടെ 11.8 ലക്ഷമായി ഉയർന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി 2.46 കോടി രൂപ സർക്കാർ കോർപ്പറേഷന് കൈമാറും. ഓർഡിനറി സർവീസുകൾ ഇല്ലാത്ത 62 റൂട്ടുകൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവിടങ്ങളിൽ സ്പെയർ ബസ്സുകൾ ഉപയോഗിച്ച് ഉടൻ സർവീസുകൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം മുൻ സർക്കാരിന്റെ കാലത്ത് ബസ്സുകൾ വാങ്ങിയതിലെ ക്രമക്കേട് ആരോപണങ്ങൾ വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്നും അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൻ ഓഡിറ്റ് ക്രമക്കേട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലും അനധികൃത നിയമങ്ങളിലും ഗുരുതര കണ്ടെത്തൽ. തിരുവനന്തപുരം നഗരസഭയുടെ കോർപ്പറേഷൻ തല നടത്തിപ്പിൽ വൻ അപാകതകളും ക്രമക്കേടുകളും സ്ഥിരീകരിച്ച് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. മുൻ ഇടത് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം ഫോർട്ട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ സ്റ്റോക്കിൽ രേഖപ്പെടുത്താതെ വിതരണം ചെയ്തതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സർക്കാർ അനുമതിയില്ലാതെ 56 പേർ ഉൾപ്പെടെ 118 പേർക്ക് അനധികൃതമായി കരാർ നിയമനം നൽകിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാർക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് അധിക തുക വേതനമായി നൽകിയതിനൊപ്പം വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മാറ്റിയ മൺതിട്ടകളുടെ അളവിലും ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കരാർ നിയമനങ്ങൾ സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ മാത്രമേ നടത്താവൂ എന്ന അടിസ്ഥാന നിബന്ധന കോർപ്പറേഷൻ പൂർണ്ണമായി ലംഘിച്ചതായാണ് കണ്ടെത്തൽ. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ കൈകൂപ്പിച്ചു. സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ബസ്സിൽ കയറാൻ കൈകൂപ്പി അപേക്ഷിച്ചിട്ടും വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തിയ സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ലൈസൻസ് ജോയിന്റ് RTO 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രിയമോൾ ബസ്സിലെ കണ്ടക്ടർ രാംദാസിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ സ്റ്റാൻഡിലെത്തിയ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെയാണ് കണ്ടക്ടർ ശകാരിക്കുകയും ബസ്സിൽ കയറ്റാതെ തടയുകയും ചെയ്തത്. വിദ്യാർത്ഥികളിൽ ഒരാൾ കൈകൂപ്പി അപേക്ഷിച്ചിട്ടും കണ്ടക്ടർ വഴങ്ങാതിരുന്ന ദൃശ്യങ്ങൾ സമീപത്തുണ്ടായിരുന്ന രക്ഷിതാവ് മൊബൈലിൽ ചിത്രീകരിച്ചു. ലൈസൻസ് റദ്ദാക്കിയ നടപടിക്ക് പുറമെ കണ്ടക്ടറോട് നിർബന്ധിത ബോധവൽക്കരണ ക്ലാസ്സിന് ഹാജരാകാൻ നിർദ്ദേശിക്കുകയും പെർമിറ്റ് ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവയവ കച്ചവട കേസിൽ സംസ്ഥാന വ്യാപകമായി ED റെയ്ഡ്. കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയിലും പരിശോധന. സംസ്ഥാനത്തെ ഞെട്ടിച്ച അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കുന്നു. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് 5 ഇടങ്ങളിലാണ് ഒരേ സമയം ED പരിശോധന നടത്തുന്നത്. കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലാണ് ED സംഘം പരിശോധന നടത്തുന്നത്. കേസിൽ ഉൾപ്പെട്ട ഇടനിലക്കാരുടെ സാമ്പത്തിക സ്രോതസ്സുകളും കള്ളപ്പണ ഇടപാടുകളും കണ്ടെത്തുകയാണ് റെയ്ഡിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കൊല്ലത്തെ പുളിയത്തുമുക്ക് സ്വദേശിയായ ഇടനിലക്കാരി ശ്രീലതയുടെ വീട്ടിലും ED സംഘം വിപുലമായ പരിശോധന നടത്തിയിട്ടുണ്ട്. വ്യാജരേഖകൾ ചമച്ചും വൻതുക ഈടാക്കിയും സംസ്ഥാനത്തുടനീളം വലിയൊരു മാഫിയ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതായി നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകളിലേക്ക് ED അന്വേഷണം വ്യാപിച്ചിരിക്കുന്നത്.